ഈ സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിൽ മരങ്ങള് എന്നാൽ കാണാത്തവർക്ക് ഒരു അടിപൊളി കാഴ്ച നൽകുന്ന ഒരു ഒന്നൊന്നര സ്ഥലമാണ് ട്ടോ അത്. ഇത് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടോളട്ടെ. ഈ കാണുന്നത് എന്താ പറയുക ഒരു തേക്കിന്റെ വേരാണ് ട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം സ്ഥലമൊക്കെ പിടുത്തം കിട്ടിയിട്ടുണ്ടാവില്ല ഏതാണെന്നുള്ളത്. ഹലോ ചങ്ങായിമാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് ഞാനുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒരു അടിപൊളി സ്ഥലത്താണ്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ടൗൺ ജസ്റ്റ് 4 കിലോമീറ്റർ ഊട്ടി റോഡ് 4 കിലോമീറ്റർ അടക്കം പോകുമ്പോൾ മെയിൻ റോഡിൽ തന്നെ കാണുന്ന ഒരു അടിപൊളി സ്ഥലമാണ് നമ്മുടെ തേക്ക് മ്യൂസിയം. അപ്പൊ നിങ്ങൾ നിലമ്പൂർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ സാധനം കാണാതെ നിങ്ങൾ തിരിച്ചു പോകരുത്. അത് നിങ്ങൾക്ക് ഒരു വമ്പൻ നഷ്ടമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരാൾക്ക് വരുന്ന എൻട്രി ഫീസ് വരുന്നത് വെറും 40 രൂപയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, തിങ്കളാഴ്ച ഇങ്ങോട്ട് വരണ്ട. എല്ലാ തിങ്കളാഴ്ചയും ഇവിടെ അവധിയാണ് കേട്ടോ. മറ്റുള്ള 6 ദിവസവും ഇവിടെ പ്രവൃത്തി ദിവസമാണ്. അതുപോലെ തന്നെ മറ്റുള്ള 6 ദിവസം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് നമുക്കിവിടെ പ്രവേശന സമയം. ഇവിടെ വന്ന് തേക്ക് മ്യൂസിയം മാത്രമല്ല, തേക്ക് മ്യൂസിയം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ തേക്ക് മ്യൂസിയത്തിന് പുറമെ ഇവിടെ ഒരു അടിപൊളി നല്ല അടിപൊളി ഒരു ഗാർഡൻ ഉണ്ട്. അതുപോലെ ചെറിയ കുട്ടികളെ ആയിട്ട് വന്ന് കുട്ടികൾക്കുള്ള ഒരു അടിപൊളി പാർക്കും വരുന്നുണ്ട് ഇതിനകത്ത് തന്നെ. അതുപോലെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഫുള്ളി എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ ഗാർഡനിലേക്ക് പ്രവേശിച്ചിട്ട് ഗാർഡൻ ഒരു ഒന്നൊന്നര സംഭവമാണ് കേട്ടോ. ഒരു അടിപൊളി നല്ല സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞറിയിക്കാനുള്ള സംഭവം തന്നെയാണ്. ഇവിടെ വന്നവർക്ക് അറിയാൻ പറ്റും, ഇത് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് നിലമ്പൂരിലെ തേക്ക് മ്യൂസിയം എന്നുള്ളത്. അത് നമ്മൾ പല ഗാർഡനിലും പല സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. പക്ഷെ വളരെ സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു ഗാർഡനാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയായി വെച്ചിട്ടുണ്ടല്ലേ? അത് കണ്ടില്ലേ നിങ്ങൾ? തട്ട് തട്ടാക്കി കല്ലുകളുണ്ടോ, വേറെ ഒന്നുമില്ല, കല്ലുകൾ അടുക്കി വെച്ച് വെള്ളം ചാടിക്കും, നല്ല സ്റ്റൈലായിട്ടുണ്ടല്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഗാർഡൻ. ഞാൻ പറയുമ്പോൾ പല സ്ഥലത്ത് പല ഗാർഡനിൽ പോയിട്ടുണ്ടെങ്കിലും ഈ വളരെ ഭംഗിയായി ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായിട്ടോ. നമുക്കിവിടെ ശരിക്കും പറഞ്ഞാൽ ഏകദേശം 1.5-2 മണിക്കൂർ നേരെ ചുറ്റി കറങ്ങി, അതായത് ഇവിടെ ഇരിക്കാൻ നടക്കുകയാണെങ്കിൽ തന്നെ 1.5 മണിക്കൂർ 2 മണിക്കൂർ നേരെ ചുറ്റി കറങ്ങി കാണാനുണ്ട് ഈ ഗാർഡനിൽ മാത്രം. ഈ സ്ഥലത്ത് കണ്ടങ്ങള് പ്രത്യേക ചിത്രശലഭങ്ങൾ ഇവിടെ മാത്രം ഇങ്ങനെ പാറി കളിക്കുന്നത്. ഈ ചെടിയെ മാത്രം ആശ്രയിച്ചാണ് ഇവർ കണ്ടങ്ങള്. അതായത് ഈ ഗാർഡനകത്ത് മറ്റെവിടെയില്ല, ഈ 2 ചെടികളിൽ, ഈ 3-4 ചെടികളിൽ മാത്രമാണ് ഈ ചിത്രശലഭങ്ങൾ ഇങ്ങനെ പാറി കളിക്കുന്നത് കാണാം.
ആ വെള്ളം ചാടുന്നതിന്റെ മുകളിൽ കണ്ടോ ആരോ പാളി നോക്കുന്നത് കണ്ടോ? അതൊരു പ്രതിമയായിട്ട് അവിടെ ഉണ്ടാക്കി വെച്ചതാണ്, ഭയപ്പെടാനൊന്നുമില്ല. അയ്യോ എങ്ങനെയുണ്ട് വെള്ളച്ചാട്ടം? ഇത് മറ്റൊരു ഈറ്റ എന്നൊക്കെ പറയില്ലേ, മുളയല്ല ഇത്, ഈറ്റ എന്നൊക്കെ പറയുന്നതാണ്. വളരെ ഒരു ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ് ഇതിനകത്ത് കയറി. അതുപോലെ നമുക്ക് ജസ്റ്റ് കുറച്ച് നേരമൊക്കെ പോയി ഇരിക്കുകയൊക്കെ ചെയ്യാം, നല്ല തണുപ്പും കിട്ടും. ഹെർബൽ ഗാർഡൻ, ഇതിന്റെ മുകളിൽ ജസ്റ്റ് മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഗാർഡന്റെ അടിപൊളി ഭംഗിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ട്. അതാ കണ്ടോളിട്ടോ, എങ്ങനെയുണ്ട് ഗാർഡന്റെ ഭംഗി മുഴുവൻ കാണാം നമുക്ക്. അപ്പൊ നിലമ്പൂർ വഴി പോവുകയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാതെ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമായിട്ട് മിസ് ചെയ്യേണ്ട. ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലമ്പൂർ ടൗണിൽ ജസ്റ്റ് 4 കിലോമീറ്റർ ഊട്ടി റോഡിൽ മെയിൻ റോഡിൽ തന്നെ പോകുമ്പോൾ മെയിൻ റോഡിൽ തന്നെയാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പൊ ഗാർഡന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോയിൽ മൊത്തമായിട്ടൊന്ന് പകർത്താൻ കഴിഞ്ഞിട്ട് ഇനി അടുത്തായിട്ട് നമ്മൾ കയറി പോകുന്നത് തേക്ക് മ്യൂസിയത്തിലേക്കാണ്. തേക്ക് മ്യൂസിയത്തിലേക്ക് ചെല്ലുമ്പോൾ തന്നെ പുറത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും തേക്കിന്റെ വേരാണ് ഇതിട്ട്, പഴയ നല്ല പഴക്കമുള്ള ഒരു വലിയ തേക്കിന്റെ വേരാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അത് കണ്ട് നമ്മൾ നേരെ തേക്ക് മ്യൂസിയത്തിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ തേക്കിന്റെ അടിയിൽ നിന്ന് മാത്രം നിർമ്മിച്ചെടുത്ത അനേകം സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാനുണ്ട് കേട്ടോ. 2 നിലകളിലായിട്ടാണ് ഈ മ്യൂസിയം ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഒരു തേക്കാണിത്, എത്ര അതിന്റെ വണ്ണം നോക്കി നിങ്ങൾ. ഇനി ഇത് തേക്കിന്റെ അടി ആയിട്ട് ഈ സൈഡിൽ കിടത്തി വെച്ചിരിക്കുന്ന തേക്കിന്റെ അടി കണ്ടുപിടിക്കാം. ഇതല്ല, ഇത് കുത്തനുള്ളത് ഇനി അപ്പുറത്തുണ്ട്, നമുക്ക് കാണാം. ഒരു തേക്കിൻ തോട്ടത്തിൽ ചെന്ന മാതിരില്ലേ, തേക്ക് മ്യൂസിയത്തിൽ ഉപകരണങ്ങൾ ഫുള്ള് തേക്കിന്റെ തടികൾ, അതിങ്ങനെ കാണാം നമുക്ക്. തേക്കിന്റെ അടിവേര് കണ്ടു നിങ്ങൾ, അതുവരെ ഇവിടെ മ്യൂസിയത്തിൽ പ്രദർശനത്തിനുണ്ട് കേട്ടോ. തേക്കിന്റെ അടിവേരാണ് ഈ കാണുന്നത്. ഇതാണ് ലാലേട്ടൻ പറഞ്ഞത്, അതിപ്പോ നിലമ്പൂർ വനത്തിലെ തേക്ക് പോലെ കുറെ നീളമുണ്ട്, പക്ഷെ ഇത് കണ്ടില്ല നല്ല കാതലുള്ള അടിച്ചുപൊളി തേക്കുകൾ ഇങ്ങനെ മുറിച്ചിട്ടിരിക്കുന്നത്. തേക്കിൻ തടി നിർമ്മിച്ച വ്യത്യസ്തമായ പല ഫർണിച്ചറുകൾ നമുക്ക് ഇതിനകത്ത് കാണാം കേട്ടോ. ഒരു തേക്ക് മരത്തിന്റെ അടിഭാഗമാണ് ഈ കാണുന്നത്. എത്ര അതിന്റെ വണ്ണം നോക്കി നിങ്ങള്. ഇതിന്റെ എല്ലാ കാര്യങ്ങളും അവിടെ ഈ പ്രദർശനത്തിൽ വെച്ചിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ പോയി കഴിഞ്ഞാൽ എല്ലാം നമുക്ക് അവിടെ നിന്ന് വായിച്ച് മനസ്സിലാക്കി ഇതിനെ പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയും കേട്ടോ. തേക്കിൻ തടി കൊണ്ടല്ലേ തോക്കുകളും അതുപോലെ മറ്റു പലതും നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പൊ ചെങ്ങായിമാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്തുള്ള എടുക്കാൻ മണി കൂടി കൂട്ടി മുട്ടിച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. എങ്ങനെയുണ്ട് ഈ സാധനം? കണ്ടില്ല എന്ന് പറയരുത്. ഇതൊക്കെ ഒറ്റ തേക്ക് നിർമ്മിച്ച സാധനങ്ങളാണ്. അപ്പം മറക്കണ്ട, നിലമ്പൂർ പോയി കഴിഞ്ഞാൽ തേക്ക് മ്യൂസിയം കാണാതെ മടങ്ങിയാൽ നഷ്ടമാകും. ഇതിന്റെയൊക്കെ വർഷക്കണക്കടക്കം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എത്ര വർഷം പഴക്കമുള്ള തടിയിൽ നിന്ന് എടുത്തതാണ് എന്നുള്ളതിനെ കറക്റ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
അപ്പൊ ഇരു നിലകളിലായിട്ട് നമുക്ക് ചുറ്റി നടന്ന് കാണാൻ ഇഷ്ടം പോലെ ഉണ്ട് തേക്ക് മ്യൂസിയത്തിനകത്തും. അപ്പൊ വെറും 40 രൂപ മുടക്കി കഴിഞ്ഞാൽ ഈ തേക്ക് മ്യൂസിയം കാണാൻ ഫസ്റ്റ് കാണിച്ചതിന്റെ ബാക്കിലുള്ള ഈ ഗാർഡനിലും നമുക്ക് സഞ്ചരിക്കാം. അതുപോലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉല്ലസിക്കാൻ പറ്റുന്ന ഒരു ചെറിയ പാർക്കും ഇതിനകത്തുണ്ട്. എല്ലാം കൊണ്ടും ഒരു അടിപൊളി സൈറ്റ് തന്നെയാണ് നമ്മുടെ ഈ തേക്ക് മ്യൂസിയം, നിലമ്പൂരിലുള്ള തേക്ക് മ്യൂസിയം.